ിലേക്ക് സ്വാഗതം. മലയാള സിനിമ ഹൈ വോൾട്ടേജിലാണ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ 3 സിനിമകൾ ഇറങ്ങി. 3 സിനിമയ്ക്കും പോസിറ്റീവ് റെസ്പോൺസ് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്. അതിൽ ഏത് സിനിമയാണ് നമ്പർ 1 എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. സ്വാഭാവികമായും ഏതെങ്കിലും ഒരു സിനിമ ആദ്യം എത്തിയേ പറ്റുള്ളൂ. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തെന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. എന്തായാലും ആവേശത്തിനെ എടുക്കുകയാണെങ്കിൽ ഈ 3 സിനിമകൾ ഇറങ്ങിയപ്പോൾ അതിലേറ്റവും ടോപ്പിൽ നിൽക്കുന്നത് ആവേശം തന്നെയാണ്. അത് ഇന്നലത്തെ കളക്ഷൻ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇന്നത്തെ ഇതുവരെയുള്ള കളക്ഷനും അത് തന്നെ സൂചിപ്പിക്കുന്നു. ആദ്യ ദിനം കേരള അല്ലെങ്കിൽ ഇന്ത്യ കളക്ഷൻ മാത്രമായിട്ട് നേടിയത് 4.25 കോടിയോളമാണ്. അതിനകത്തിൽ 3.5 കോടിക്ക് മുകളിലാണ് കേരള കളക്ഷൻ വന്നത്. സിനിമയ്ക്ക് വേൾഡ് വൈഡ് ആയിട്ട് ലഭിച്ചിരിക്കുന്നത് 10.5 കോടിയോളമായിട്ടാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് ഓവർസീസിൽ നിന്ന് 5 കോടിക്ക് താഴെ 4.9 കോടി എന്നാണ് അറിയാൻ കഴിയുന്നത്. ആവേശം അങ്ങനെ ഗംഭീരമായിരിക്കണം. തൊട്ട് പിന്നാലെ തന്നെയുണ്ട് വർഷങ്ങൾക്ക് ശേഷം എന്ന സിനിമ. വലിയ താരനിരയോടുകൂടി വന്ന വമ്പൻ ബഡ്ജറ്റിൽ വന്നിരിക്കുന്ന വിനീത് ശ്രീനിവാസൻ ചിത്രമാണ് വർഷങ്ങൾക്ക് ശേഷം. വർഷങ്ങൾക്ക് ശേഷവും ആദ്യ ദിനം കേരളത്തിൽ നിന്ന് 3 കോടിക്ക് മുകളിൽ ഉള്ള കളക്ഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യ കളക്ഷൻ 3.5 കോടി ആ റേഞ്ചിലാണ് നിന്നത്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമയ്ക്ക് GCC രാജ്യങ്ങൾ ഉൾപ്പെടെ നേടിയാൻ കഴിഞ്ഞത് 6 കോടിയോളമാണ്. അങ്ങനെ 9.5 കോടി 10 കോടിക്ക് അടുത്താണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ചെറിയ നേരിയ ഡിഫറൻസ് എന്ന് തന്നെ പറയാം. എന്താണെങ്കിലും അതിഗംഭീരമായിട്ട് തന്നെയാണ്. ഓവർസീസിൽ ഒരുപടി മുന്നിൽ നിൽക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ആണ് എന്നുള്ളതാണ്. അതായത് 5 കോടിയോളമാണ് ആവേശത്തിന് കിട്ടിയെങ്കിൽ 6 കോടിക്ക് മുകളിലാണ് വർഷങ്ങൾക്ക് ശേഷത്തിന് ലഭിച്ചിരിക്കുന്നത്. എന്താണെങ്കിലും ഇവിടെ അതിഗംഭീരമായിട്ട് തന്നെയാണ് ഈ 2 സിനിമകൾ പോകുന്നത്. ജയ് ഗണേഷ് എന്ന സിനിമ താരതമ്യേന കളക്ഷൻ കുറവാണെങ്കിലും മികച്ച അഭിപ്രായം നേടി തന്നെയാണ് മുന്നോട്ടും പോകുന്നത്. എന്താണെങ്കിലും ഈ ഒരു 3 സിനിമകൾ വിഷു റിലീസിൽ വന്നേക്കുന്ന ഈ 3 സിനിമകളിൽ ടോപ്പ് 1ൽ നിൽക്കുന്നത് ആവേശമായി മാറിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഏത് സിനിമയാണ് എന്നുള്ളത് നമുക്ക് ഓരോ ദിവസവും നോക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ സപ്പോർട്ട് ചെയ്യണം. മീഡിയ.